അതിനുള്ളിൽ മുഴുവൻ തുകയും താൻ തിരിച്ചു തന്നിരിക്കണം. ഇല്ലെങ്കിലേ ശിവൻ അങ്ങോട്ടൊരു വരവ് വരും. സത്യമേ, ഞാനൊന്നും ഇനിയൊന്നും പറയണ്ട. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ബാക്കിയൊക്കെ ശിവൻ വന്ന് പറഞ്ഞോളും. പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലോ. മക്കളെ കണ്ണെടുത്താ കണ്ടുകൂടാ. മക്കൾക്ക് എന്തെങ്കിലും വന്നാ ഇതുപോലെ പാത്തും പതുങ്ങി വന്ന് നിൽക്കുകയും ചെയ്യും. ഇതാരെ കാണിക്കാനാ സ്വാമി ഈ വാശിയും മർക്കടമുഷ്ടയൊക്കെ? ഞങ്ങളെ രണ്ടുപേരെയോ? ഒരാപത്ത് വന്നാ കൂടെ നിൽക്കാനും ഒരു കൈസഹായത്തിനും ഈ മക്കള് തന്നെ വേണം. ആ, കാശ് കൊടുത്താ ചിലപ്പോ ആളെ കിട്ടുമായിരിക്കും. പക്ഷെ ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കാൻ സ്വന്തം മക്കളല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല. പറഞ്ഞു കൊടുത്താ മനസ്സിലാക്കണ്ടേ? താൻ പിടിക്കുന്ന മുയലിന് 3 കൊമ്പാണെന്ന് പറയുന്നവരോടൊക്കെ എന്ത് പറയാനാ? ആ, അതൊക്കെ പോട്ടെ. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ? ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും അവസ്ഥ ഉണ്ടാവുന്ന പറഞ്ഞത്. ശ്രദ്ധിക്കണം. അവനവന്റെ കാര്യങ്ങൾ അവനവനല്ലാതെ പിന്നെ ആര് ശ്രദ്ധിക്കാനാ? പെണ്ണും പടക്കൊഴി ഉണ്ടായിരുന്നെങ്കിൽ അവര് ശ്രദ്ധിക്കുമെന്ന് പറയാമായിരുന്നു. ഇതങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു. അല്ല, അച്ഛനെ എനിക്കൊന്ന് അയ്യോ കാണാം. വേണ്ട, കുഞ്ഞിറങ്ങണ്ട. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കില്ലേ? കുറച്ച് തെറ്റിദ്ധാരണ അച്ഛനുണ്ട് സ്വാമി. അത് മാറുന്നെങ്കിൽ അങ്ങ് മാറട്ടെ. അച്ഛൻ എന്താ ഇറങ്ങാത്തത്? രോഗവിവരം തിരക്കാൻ വന്നയാൾ രോഗിയെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. ആര് പറഞ്ഞു ഞാൻ രോഗവിവരം തിരക്കാൻ വന്നതെന്ന്? എനിക്ക് ഇതുവഴി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ സ്വാമിക്ക് എന്തോ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ പോകേണ്ട സ്ഥലത്ത് 10 മിനിറ്റ് ലേറ്റായിട്ട് എത്തിയാലും മതി. അച്ഛാ, അച്ഛനുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ചോറ് ഞാൻ എടുത്തു വെച്ചു. അത് കഴിച്ചിട്ട് പോയാ പോരെ? ചോറ് എന്റെ വീട്ടിലും ഉണ്ട്. എന്നെ കൊല്ലാൻ നടക്കുന്ന മക്കളുടെ വീട്ടിൽ നിന്നാവുമ്പോ അതിന് ചോറ് എന്നല്ല പറയേണ്ടത്, കൊലച്ചോറെന്നാ. തൽക്കാലം ഒരു മരണഭയം ഉള്ളിലുള്ളതുകൊണ്ട് എനിക്ക് ആ ചോറ് വേണ്ട. അച്ഛാ, അച്ഛന്റെ മനസ്സ് ഞാനിപ്പോഴും അച്ഛനെ കൊല്ലാൻ നടക്കുന്ന അസുരവത്താണല്ലേ? എന്റെ അച്ഛ, ഞാൻ എന്റെ അച്ഛനെ കൊല്ലാൻ നോക്കുവോ? ഇതാ SI സോമശേഖരൻ കളിച്ച കളിയാ. ആ വർഷോപ്പുകാരൻ ഹമീദിന് ഇതിനു വേണ്ടി സോമശേഖരൻ കൊടുത്തത് 10,000 രൂപയാ, നമ്മൾ അച്ഛനെയും മകനെയും തമ്മിൽ തെറ്റിക്കാൻ. സ്വാമി, സാറേ, താൻ എന്റെ ഒപ്പം വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ വന്ന് വണ്ടി കയറ്, ഇല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് വന്നാ മതി. അയ്യോ, വണ്ടി എടുക്കടാ. അതുകൊണ്ട് ഞാൻ വരുന്നുണ്ട്. കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ? ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. ശരി. ഏട്ടാ, ഇത്രേ ഉള്ളൂ അച്ഛൻ. ഉള്ള നിറയെ സ്നേഹം പുറത്ത് കാണിക്കില്ല എന്ന് മാത്രം. എന്താ പിള്ളച്ചേട്ടാ, കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒരു വഴിക്കും എത്തുന്നില്ലെന്ന് തോന്നുന്നു. ചില കണക്കുകൾ അങ്ങോട്ട് ശരിയാകുന്നില്ല പൊന്നി. അല്ല, നീ കഴിഞ്ഞ മാസം ഒരു 5,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് അത് മടക്കി തന്നായിരുന്നോ? അയ്യടാ, ഈ മാസത്തെ ശമ്പളത്തിന്ന് അത് പിടിച്ചിട്ടാ ബാക്കി ഇങ്ങോട്ട് തന്നത്. ഇനി അത് കയറി പിടിക്കണ്ട. അല്ല, നീ പണ്ടേ ആരാ? എന്തു വേണം? എനിക്ക് സത്യാമ്മയൊന്ന് കാണണമായിരുന്നു. എവിടുന്നാ? കുറച്ച് വടക്കുന്നാ. കുട്ടികൃഷ്ണൻ വന്നെന്ന് പറഞ്ഞാൽ അറിയും. ആരാ പിള്ള അവിടെ? ഞാനാ സത്യാമ്മേ, കുട്ടികൃഷ്ണൻ. ഇതാര്?
ഇങ്ങനെ ഒരാള് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ? അല്ല, വീട്ടിൽ വന്നാ കാണാറേ ഇല്ല. കുറച്ച് ഓട്ടത്തിലായിരുന്നു സത്യാമ്മേ. എന്നിട്ടെന്താ ഇപ്പൊ ഓട്ടോ ഒക്കെ തീർന്നോ? തീർന്നിട്ടില്ല, എങ്കിലും സത്യാമ്മയെ കണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് പോവാന്ന് വെച്ചു. അങ്ങനെ കണ്ട് സംസാരിച്ച് അവധി മേടിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു കുട്ടികൃഷ്ണ. എനിക്കെന്റെ പണം കിട്ടണം. ആ കാര്യത്തിന് ഒരു വിട്ടുവീഴ്ചയും ഞാൻ ഇനി ചെയ്യില്ല, ചെയ്തു തരില്ല. താൻ അതിനു വേണ്ടി എന്റെ മുന്നിൽ നിന്ന് സങ്കടക്കടൽ ഒഴുക്കിയിട്ട് ഒരു കാര്യമില്ല. സത്യാമ്മേ, ഞാൻ പണം മനഃപൂർവ്വം തരാതിരിക്കുന്നതല്ല. ഇതിനു മുമ്പ് വാങ്ങിച്ചതെല്ലാം ഞാൻ കൃത്യമായിട്ട് തന്നിട്ടുള്ളതല്ലേ. കുട്ടികൃഷ്ണ, അതുപോലെ തന്നെയല്ലേ ഈ കാശും? ഇതും നീ എന്റെ കയ്യിൽ നിന്ന് പലിശക്കെടുത്തതല്ലേ? അപ്പോ ഇതും കൃത്യമായിട്ട് തിരിച്ചു തരണം. എത്ര നാളായി ഈ പണത്തിന് വേണ്ടി ഞാൻ തന്റെ പിന്നാലെ നടക്കുന്നു. മുതലെങ്കിലും തിരിച്ചു തരണമെന്ന് തനിക്ക് ഒരു ചിന്തയില്ലല്ലോ. മനഃപൂർവ്വം അല്ല സത്യാമ്മേ, ഭാര്യ ഹോസ്പിറ്റലാ. ഒരു തലകറക്കം പോലെ തുടങ്ങിയതാ. ഇപ്പൊ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. ചികിത്സയ്ക്കായിട്ട് ഒരുപാട് കാശ് വേണം. എന്റെ വരുമാനം എത്രത്തോളം ഉണ്ടാവുമെന്ന് സത്യാമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. എടോ, താൻ ഈ പറയുന്ന എല്ലാം നുണയാ. ശിവനെ തനിക്ക് അറിയാലോ. അവൻ തന്റെ വീട്ടിൽ കയറിയേ കുത്തിയിരിക്കും. എനിക്ക് 1 മാസത്തെ സാവകാശം കൂടി തരണം. അതിനുള്ളിൽ മുഴുവൻ തുകയും പലിശ അടക്കം ഞാൻ തരും. നടക്കില്ല. എനിക്കറിയാം തന്റെ സ്വഭാവം. 2 ദിവസം കൂടി ഞാൻ തരും. അതിനുള്ളിൽ മുഴുവൻ തുകയും താൻ തിരിച്ചു തന്നിരിക്കണം. ഇല്ലെങ്കിലേ ശിവൻ അങ്ങോട്ടൊരു വരവ് വരും. സത്യമേ, ഞാനൊന്നും ഇനിയൊന്നും പറയണ്ട. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ബാക്കിയൊക്കെ ശിവൻ വന്ന് പറഞ്ഞോളും. വേഗം പോയി പൈസ ഉണ്ടായിക്കൊണ്ട് കൊടുക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ സത്യമേ അറിയാലോ, നാണം കെടുത്ത് കുടുംബം കോഞ്ഞാട്ടേക്ക് കളയും. നിങ്ങളൊന്ന് പറഞ്ഞാ. ഞാനോ? നല്ല കാര്യമായി. ഇക്കാര്യവും പറഞ്ഞ് ഇനി ഇവിടെ നിന്ന് തിരിയാതെ വേഗം പോയി പൈസ ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. കൈനീട്ടി വാങ്ങിച്ചാൽ മാത്രം പോരല്ലോ, അതുപോലെ മടക്കുകയും വേണം. ആ, ചെല്ല് ചെല്ല്. മേടിച്ചാൽ കൊടുക്കില്ല, പിന്നെ എങ്ങനെ ഇവിടെ ബിസിനസ് നടക്കും? ഇയാളെ പോലുള്ള 10 പേരെ കിട്ടിയ ആ കച്ചവടം പൊട്ടിപ്പോവും. ആ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ശാരിയാകത്തില്ലേ? പിന്നെ മോളെന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നേ?